ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മളെ ഈ സ്ത്രീകൾക്ക് കൊമ്പുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ടല്ലേ. ഇപ്പോഴും സത്യത്തിൽ അത് ചോദിച്ചു പോകും, ഈ സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ. ഇപ്പോൾ നമുക്ക് ഓരോ നിയമം ഉണ്ടാക്കുന്നതും അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടില്ല, എല്ലാവർക്കും കൂടി ഉള്ളതാണല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം. അത് അനുസരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്, അതുപോലെ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പം ഇത് നമ്മൾ അനുസരിക്കൂല, ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ആ ശിക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും, അനുസരിക്കേണ്ടി വരും. അങ്ങനെയാണ്. എന്താ ഇപ്പം ഈ വീഡിയോ നോക്കൂ. ഈ വീഡിയോയിൽ കാണുന്നത് ഒരു പെൺകുട്ടി, 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഫാറൂഖിന് കുറ്റിപ്പുറത്തേക്ക് ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത് എവിടെയാണ്? റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലാണ്. സ്വാഭാവികമായിട്ട് അങ്ങനൊരു കമ്പാർട്ട്മെൻറ്റിൽ കയറിയ ഒന്നുകിൽ നമ്മൾ ഫൈൻ അടച്ചുകൊണ്ട്, റിസർവേഷൻ ടിക്കറ്റിൻ്റെ പൈസ എത്രയാണോ അത്രയും പൈസ അടച്ചുകൊണ്ട് നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എത്രയും വേഗം തന്നെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുക എന്നുള്ളതാണ്. ഞാനുമായിട്ടും കോഴിക്കോട് പോകുമ്പോൾ മലബാർ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഈ ലോക്കൽ ടിക്കറ്റ് എടുത്ത് കയറിയത് എന്താ പറയുക, റിസർവേഷൻ ടിക്കറ്റിൻ്റെ അവിടെയാണ്, ആ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞാനും ഏട്ടനും കയറി നല്ല സുഖമായിട്ടിരുന്ന് ഹായ് ഇഷ്ടംപോലെ സീറ്റുണ്ട്, നല്ല സൂപ്പറായിട്ട് ഇരുന്നിട്ട് പോകാമെന്നൊക്കെ കരുതിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ടി ടി ആർ വന്നിട്ട് അവർ പറഞ്ഞു ഇത് റിസർവേഷൻ ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റാണ്, നിങ്ങൾ എടുത്തേക്കുന്നത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫൈൻ അടച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ പൈസ ഫൈൻ അടച്ചിട്ടാണ് കോഴിക്കോടേക്ക് പോയത്. അതൊരു മര്യാദയാണല്ലോ, നമ്മളെ കയ്യിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എത്രയും വേഗം ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഈ സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന്, റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റേ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നത്. ഈ പെൺകുട്ടി ഇതൊന്നും ചെയ്യാതെ TTR ടിക്കറ്റ് ചോദിച്ചപ്പോൾ TTRനെ കുലഭ്യം പറയുക, അസഭ്യം പറയുക, തെറി വിളിക്കുക. എന്നിട്ട് അവസാനം TTR പോലീസിനെ വിളിക്കാണ്ട് പോകുമ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ, നിങ്ങൾ എന്നെ കയറി പിടിച്ചു എന്ന് പറയും. എന്താ അല്ലേ, ബെസ്റ്റ് ഉപായമാണ്. ഒരു സ്ത്രീ എന്നെ അവൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമോ ഉത്തരമോ ഇല്ലാതെ 14 ദിവസത്തേക്ക് റിമാൻഡ് ഇടുന്ന ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ, ആ ഒരു ധൈര്യം കൊണ്ടായിരിക്കില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. സത്യത്തിന് 16 വയസ്സ് പറഞ്ഞ പോലെയാണ്. അവിടെയുള്ള കമ്പാർട്ട്മെൻറ്റിലെ ബാക്കി എല്ലാവരും ഈ പെൺകുട്ടി ചെയ്തത് എന്താണെന്ന് കാണുകയും അറിയുകയും ചെയ്തതുകൊണ്ട് എല്ലാ യാത്രക്കാരും, എല്ലാ പാസഞ്ചേഴ്സും ഈ TTRന്റെ കൂടെ ആയതുകൊണ്ടും അദ്ദേഹം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അദ്ദേഹം പീഡന കേസിൽ പ്രതിയായിട്ട് അകത്ത് പോകേണ്ടി വന്നേനെ. ഇത്തരത്തിലുള്ള ആൾക്കാരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ എന്താ പറയുക, പരമാവധി കിട്ടാവുന്ന ശിക്ഷ ഈ പെൺകുട്ടിക്ക് മാത്രമല്ല മാനം എന്നുള്ളത് ആണുങ്ങൾക്കും ഉണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്. അപ്പോൾ അവർ ഇതിനെതിരെ പ്രതികരിക്കുക, ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് ആ കുട്ടിക്ക് തക്കതായ ശിക്ഷയും കൊടുക്കുക. എങ്കിൽ നമുക്ക് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കിട്ടുമ്പോഴാണ്, ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ചെയ്ത തെറ്റിൻ്റെ എന്താ പറയുക വ്യാപ്തി മനസ്സിലാവുക. ഇങ്ങനെ ഈ കള്ളവണ്ടി കയറി അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആണുങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് വെറുതെ അനാവശ്യ സീനുണ്ടാക്കി എന്നെ കയറി പിടിച്ചു, എന്നെ അസഭ്യം പറഞ്ഞു, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന എല്ലാ യുവതികൾക്കും ഇതൊരു പാഠമാകണം. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ജീവിക്കണം. അതിൽ പുരുഷന്മാരടങ്ങുന്നതാണ്. ഈ സമൂഹം എന്നുള്ള സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കൂടി അടങ്ങിയതാണ്. അപ്പോൾ അവർക്കും കൂടി ജീവിക്കണം, അവർക്കും കൂടി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്ന് എല്ലാ സ്ത്രീകളും മനസ്സിലാക്കുക. എന്തായാലും ഈ കുട്ടിക്ക് തക്കതായ ഒരു ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. മറ്റൊരു നല്ലൊരു വീഡിയോ കിട്ടുമ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്.